ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 4 എലമെൻറ്റ്സ് ഓഫ് റൈറ്റിംഗ്. ഇതിലെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, നരേഷൻ. എന്താണ് ഒരു നരേഷൻ? കാര്യങ്ങൾ ഒരു ക്രമത്തിൽ പറയാനും നമ്മുടെ ചിന്തകൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നരേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ മോഡ് സ്യൂട്ടബിൾ ഫോർ റിലേറ്റിംഗ് ഓഫ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ഓർ തോട്ട്സ്. നരേറ്റീവ്സ് ക്യാൻ ബി ഫിക്ഷണൽ ഓർ നോൺ ഫിക്ഷണൽ. നരേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ഭാവനയിലുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളായിരിക്കാം. ഓൾ കൈൻഡ് ഓഫ് റൈറ്റിംഗ് ദാറ്റ് ടെൽ എ സ്റ്റോറി ക്യാൻ ബി കൺസിഡർ ആസ് എ നരേറ്റീവ്. അതായത് ഒരു കഥ പറയുന്ന എല്ലാ തരം എഴുത്തുകളെയും നമ്മൾ നരേറ്റീവ് എന്ന് വിശേഷിപ്പിക്കാം, നരേറ്റീവ് എന്ന് പറയാം. സംഭാഷണം പകർത്തി എഴുതുന്നതല്ല ഒരു കഥ എന്ന് പറയുന്നത്. ഒരു കഥ എന്ന് പറയുമ്പോൾ അതിലെല്ലാം അടങ്ങിയിരിക്കണം. അതായത് എല്ലാ പ്രധാന കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിരിക്കണം. അതായത് ക്യാരക്ടേഴ്സ് വേണം, അതിലെന്തൊക്കെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ സമയം എന്ത്, അതൊക്കെ ഈ നരേഷനിൽ ഉൾക്കൊള്ളും. പിന്നെ എക്സാമ്പിൾസ് ഓഫ് ഫിക്ഷണൽ നരേറ്റീവ്സും നോൺ ഫിക്ഷണൽ നരേറ്റീവ്സിൻ്റെയും എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫിക്ഷണൽ നരേറ്റീവ്സ് എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറി, നോവല്, നാടോടി കഥകൾ, അതുപോലെ ഒറേച്ചർ. ഈ ഒറേച്ചർ എന്ന് പറയുന്നത് പണ്ട് കാലത്തെ വാമൊഴിയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കഥകളാണ്. ഇതൊക്കെയാണ് നമ്മൾ ഫിക്ഷണൽ നരേറ്റീവ്സിന് എക്സാമ്പിളായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നോൺ ഫിക്ഷണൽ നരേറ്റീവ്സ്, ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ലൈഫ് റൈറ്റിംഗ്, അതായത് ആത്മകഥ അല്ലെങ്കിൽ ജീവിതകഥ. ബയോഗ്രഫി, ന്യൂസ് റിപ്പോർട്ട്, ന്യൂസ് പേപ്പർ എസ്സേ, ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സ്, റീകൗണ്ട് ഓഫ് ഇൻസിഡൻസ്, അതായത് സംഭവങ്ങളുടെ ഓർമ്മകൾ. പിന്നെ സാക്ഷ്യങ്ങൾ, ടെസ്റ്റ് മണീസ്. അതൊക്കെ നമുക്ക് നോൺ ഫിക്ഷണൽ നരേറ്റീവ്സിന് എക്സാമ്പിളാണ്. ഇനി ഒരു നരേറ്റീവ് റൈറ്റിംഗ്, അതായത് ഒരു നരേറ്റീവ് റൈറ്റിങ്ങിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറയാം. പ്ലോട്ട് എന്ന് പറയുന്നത് കഥയിലെ സംഭവങ്ങൾ സാധാരണ രീതിയിൽ പറയാം. പിന്നെ സെറ്റിംഗ് എന്ന് പറയുന്നത് സംഭവം നടന്ന സ്ഥലം, സമയം അത് ഉൾപ്പെടുത്തുക. പിന്നെ ക്യാരക്ടേഴ്സ്, അതിലുള്ള ആൾക്കാർ, ദ പീപ്പിൾ ഇൻ ദ നരേറ്റീവ് ആൻഡ് ദ സെൻട്രൽ ക്യാരക്ടർ ഈസ് ദ പ്രൊട്ടഗോണിസ്റ്റ്. ക്യാരക്ടർ എഗെയിൻസ്റ്റ് പ്രൊട്ടഗോണിസ്റ്റ് ഈസ് ദ ആൻറ്റഗോണിസ്റ്റ്. അതിലെ കഥയിലെ ക്യാരക്ടേഴ്സ്, അതുപോലെ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് കഥാനായകനെയാണ് നമ്മൾ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ പ്രൊട്ടഗോണിസ്റ്റിന് എതിരായിട്ട് നിൽക്കുന്ന ആളെ നമ്മൾ ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയും. പിന്നെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് വിപരീത ശക്തികൾ ഉള്ളത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം. എന്തായാലും ഒരു കഥയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അത് കോൺഫ്ലിക്റ്റ്. പിന്നെ റിസൊല്യൂഷൻ എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റിൻ്റെ അവസാനം ഉണ്ടാകുന്ന ഒരു പ്രശ്ന പരിഹാരം, അതായത് ക്ലൈമാക്സ്. പോയിന്റ് ഓഫ് വ്യൂ, പിന്നെ നമ്മൾ കഥ പറയുന്നു സ്വീകരിച്ച വീക്ഷണകോൺ. ഇതാണ് നമ്മൾ ഒരു നരേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ്. പിന്നെ ഒരു നരേറ്റീവ് റൈറ്റിങ്ങിൽ എങ്ങനെയാണ് ഒരു നരേറ്റീവ് റൈറ്റിംഗ് എഴുതേണ്ടതെന്ന്, എഴുത്തുകാരൻ്റെ അനുഭവങ്ങളാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഐ ആൻഡ് മൈ, ഞാൻ അല്ലെങ്കിൽ എൻ്റെ, അതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഒരു നരേറ്റീവ് എസ്സേ എന്ന് പറയുന്നത് ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ചുറ്റുമാണ് കറങ്ങുന്നത്. അതായത് ആദ്യത്തെ പാരഗ്രാഫ് കഥയുടെ സെറ്റിങ്ങും പിന്നെ കഥാനായകനെയും അവതരിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദ ബോഡി പാരഗ്രാഫ് ആർ ടു അറേഞ്ച്ഡ് വിത്ത് സെൻസ് ഓഫ് ടൈം. അതായത് ബോഡി പാരഗ്രാഫുകൾ ഒരു സമയാനുക്രമമായിട്ട് നമ്മൾ എഴുതുക. പിന്നെ പറയുന്നത് അവസാനത്തെ പാരഗ്രാഫിൽ എന്താണ് നമ്മൾ വായനക്കാർക്ക് കൊടുക്കുന്ന സന്ദേശം, അത് നന്നായിട്ട് ക്ലിയർ ആയിരിക്കുക. ദ മെസ്സേജ് ഷുഡ് ബി ക്ലിയർ ഇൻ ദ ഫൈനൽ പാരഗ്രാഫ്. അടുത്ത പോയിന്റ്, മെയിൻറ്റെയിൻ ക്യൂരിയോസിറ്റി ഇൻ ദ റീഡർ.
അതായത് എന്താണ് വായനക്കാരനുള്ള ഇതിപ്പോൾ ഇനി അടുത്തത് എന്തായിരിക്കും എന്നുള്ള ഒരു എന്താണ് പറയുക ജിജ്ഞാസ നമ്മൾ നിലനിർത്തുക എഴുത്തിൽ. പിന്നെ കോൺവെർസേഷൻ എക്സ്പ്രഷൻ ക്യാൻ ബി യൂസ്ഡ്, അതായത് നമുക്ക് നെറേറ്റീവ്സ് എഴുതുമ്പോൾ നമുക്ക് സംഭാഷണ രീതി അതിൽ ഇടയ്ക്കൊക്കെ കൊണ്ടുവരാം. പിന്നെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഷുഡ് ഹെൽപ്പ് ടു റീഡർ ടു വിഷ്വലൈസ്, അതായത് ശരിയായ ഭൗതിക വിവരങ്ങൾ കൊടുക്കുമ്പോൾ അവർക്കത് വിഷ്വലൈസ് ചെയ്തിട്ട് അത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കത് അവർക്ക് കാണാൻ സാധിക്കും. അങ്ങനത്തെ രീതിയിലുള്ള എഴുത്ത് കൊണ്ടുവരിക. പിന്നെ എന്താണ് കോൺഫ്ലിക്റ്റ് ആൻഡ് പ്രോബ്ലംസ് ആർ ടു ബി യൂസ്ഡ് ടു ക്രിയേറ്റ് സസ്പെൻസ് ആൻഡ് ടു ലീഡ് ടു ക്ലൈമാക്സ്, അതായത് ക്ലൈമാക്സൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിനുള്ള എന്താണ് ജിജ്ഞാസ ഉയർത്തി കൊണ്ടുവരുന്ന ക്രമത്തിലുള്ള എന്താണ് എഴുത്ത് രീതികൾ ഉപയോഗിക്കാം. അതാണ് നമ്മൾ നെറേഷനിൽ പഠിക്കാനുള്ളത്. നെറേഷൻ എന്താണെന്ന് ചോദിച്ചാലും ഇതൊക്കെ തന്നെ എഴുതിയാൽ മതി. അടുത്തത് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ഡിസ്ക്രിപ്ഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഡിസ്ക്രിപ്ഷൻ. വ്യക്തികളെയും സ്ഥലങ്ങളെയും അല്ലെങ്കിൽ സാധനങ്ങൾ അതുപോലെ എന്ത് സംഭവത്തിലെയും നമുക്ക് വിവരിക്കാനുള്ള ഒരു കഴിവ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും പല കാര്യങ്ങൾ അധിക കാര്യങ്ങൾ നമുക്ക് അതൊന്ന് വിവരിച്ചു തരുമോ, അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. ഒരു ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു അപകടത്തോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഒരു അപകടം നടന്ന സ്ഥലത്ത് പോലീസ് വന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അവിടെ നിന്ന് കാഴ്ചക്കാരനോട് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ അവിടെ നടന്ന കാര്യങ്ങൾ പറയാണ്, അതായത് ഡിസ്ക്രൈബ് ചെയ്ത് പറയുക അവിടെ എന്തൊക്കെ ഉണ്ടായത്. അതിനെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വിവരണങ്ങൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ, അതായത് കാഴ്ച, കേൾവി, മണം, രുചി, ടച്ച്, അതിനൊക്കെ സ്പർശിക്കുന്നതായിരിക്കണം ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ ഹാസ് ടു അപ്പീൽ ടു സെൻസസ്, സൈറ്റ്, സൗണ്ട്, സ്മെൽ, ടേസ്റ്റ് ആൻഡ് ടച്ച്. ഇറ്റ് ഷുഡ് ക്രിയേറ്റ് എൻ ഇംപ്രഷൻ ഇൻ ദ ലിസണർ ഓർ റീഡർ. ഈ ശ്രോതാവിലോ അല്ലെങ്കിൽ വായനക്കാരിലോ അത് ഒരു നല്ല ചിത്രം വരച്ചിടണം. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ വായനക്കാർക്ക് അത് മനസ്സിലായിരിക്കണം അത് നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തതെന്ന്. ഒരു നല്ല ചിത്രം വായനക്കാർക്ക് കൊടുക്കുക എന്നതാണ് ഡിസ്ക്രിപ്ഷനിലെ പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഈ ഡിസ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ചില സവിശേഷതകളുണ്ട്. നിങ്ങളുടെ ആവശ്യപ്പെട്ട എസ്സേക്ക് അനുസൃതമായിട്ടുള്ള നിങ്ങളുടെ എസ്സേ മുഴുവനായും വിവരണമായിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ മറ്റു തര എഴുത്തുകളുടെ കൂടെ വിവരണങ്ങൾ കൂട്ടിച്ചേർക്കാം. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് രണ്ട് വിധത്തിലാണ്. 2 ടൈപ്പാണ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സബ്ജക്റ്റീവും ഒന്ന് ഒബ്ജക്റ്റീവുമാണ്. സബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതായത് എന്താണ് നിഷ്പക്ഷവും വ്യക്തിഗതവും. ഇമോഷണലായിട്ട് നമുക്ക് എന്തെങ്കിലും എഴുതാനുള്ളതെങ്കിൽ അത് സബ്ജക്റ്റീവ് കൊടുക്കുക. പിന്നെ ഒബ്ജക്റ്റീവിലായിട്ട് സാധാരണയായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ. പിന്നെ എന്താണ് വിവരണത്തിലെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് നേരിട്ടുള്ളതാകാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആകാം. എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ക്യാൻ ബി എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലിസിറ്റ്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിവരണം സമയാനുകൃതമായിട്ടോ അല്ലെങ്കിൽ പൊസിഷൻ അനുസരിച്ചിട്ടോ എന്താണ് നമുക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പ്രാധാന്യം അനുസരിച്ചിട്ടോ. ചിലപ്പോൾ ഇന്ദ്രിയാനുഭവങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും നമ്മൾ വിവരങ്ങൾ കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ എത്ര പോയിന്റ് പറഞ്ഞു? 1, 2, 3, 4, 5 പോയിന്റ്, 4 പോയിന്റ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു യൂസ് സെൻസറി ഡീറ്റെയിൽസ്. എന്താണ് ഇന്ദ്രിയങ്ങളെ തൊട്ടുണർത്തുന്നതായിരിക്കണം നമ്മളുടെ വിവരണങ്ങൾ.
സൈറ്റ്, സൗണ്ട്, സ്മെൽ, ടേസ്റ്റ് ആൻഡ് ടച്ച്. പിന്നെ യൂസ് ആക്റ്റീവ് വെർബ്സ് ഫോർ ബെറ്റർ ഇംപ്രഷൻ. ശക്തിയുള്ള ക്രിയകൾ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ എസ്സേ എഴുതുമ്പോൾ യൂസ് ചെയ്യുക. പിന്നെ എഴുത്ത് വ്യക്തിഗതമാണെങ്കിൽ മാത്രം അലങ്കാരിക ഭാഷ ഉപയോഗിക്കുക. യൂസ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഓൺലി ഇഫ് യു ആർ പെർമിറ്റഡ് ടു സബ്ജക്റ്റീവ്. ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റേഷൻ. ആർഗ്യുമെൻറ്റേഷൻ എന്താണ്? ഒരു ആർഗ്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഈ ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് ഈസ് ആൾസോ കോൾഡ് പെർസ്വേസീവ് റൈറ്റിംഗ്. ഇതിനെ പെർസ്വേസീവ് റൈറ്റിംഗ് എന്നും വിളിക്കും. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വായനക്കാരെ നിങ്ങൾ ചിന്തിപ്പിക്കുന്ന വിധത്തിൽ ചിന്തിപ്പിക്കുക എന്നതാണ് ഈ ആർഗ്യുമെൻറ്റേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിം. One of the main objectives of argumentative writing is to persuade the reader to think the way the writer thinks. In argumentative essays, you give your opinion and views in convincing manner. For that you have to be logical and clear. അതായത് ആർഗ്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് എന്താണോ ചിന്തിക്കുന്നത് അത് മറ്റുള്ളവരിലേക്കും, അതായത് മറ്റുള്ളവർക്കും അതുപോലെയുള്ള ചിന്തകൾ കൊണ്ടുവരിക എന്നാണ് ഈ ആർഗ്യുമെൻറ്റേഷൻ്റെ പ്രധാന എയിം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാട് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുക. അത് വെറുതെ അങ്ങോട്ട് പറഞ്ഞാൽ മതിയില്ല. നമ്മുടെ കാഴ്ചപ്പാട് ഇതാണെന്ന് പറയാൻ പാടില്ല. അതിന് എക്സാമ്പിൾസ് കൂടെ കൊടുക്കുക, അല്ലെങ്കിൽ എവിഡൻസ് കൂടെ കൊടുക്കുക. എക്സാമ്പിൾസ് ഒക്കെ കൂടെ കൊടുത്തിട്ട് നമ്മുടെ കാഴ്ചപ്പാടിനോടുമായിട്ട് മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് കൊണ്ടുവരിക. അതാണ് ആർഗ്യുമെൻറ്റേഷൻ. ഒരു സാധാരണ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം എയർ. എല്ലാവരും സമ്മതിക്കുന്ന കാര്യങ്ങളിൽ ഒരു ആർഗ്യുമെൻറ്റേഷൻ ഉണ്ടാവാറില്ല. അതായത് തർക്കമുള്ള വിഷയങ്ങൾ മാത്രമേ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ എഴുതാൻ പറ്റുകയുള്ളൂ. ഇനി ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ ക്യാൻ ബി റിട്ടൺ ഓൺലി ഡിബേറ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദർ ക്യാൻ ബി നോ ആർഗ്യുമെൻറ്റ്സ് ഓൺ ഫാക്ട്സ്. ലൈക്ക് പറയുകയാണെങ്കിൽ പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം എയർ and or HIV can be transmitted from an infected person to another through direct contact of bodily fluid. സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു. അതൊക്കെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ HIV പകരുന്നത് ബോഡി ഫ്ലൂയിഡ് കൂടെയാണ് എന്നുള്ള സമ്പർക്കത്തു കൂടെയാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മളെല്ലാവരും സമ്മതിച്ചു കൊടുക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊന്നും നമ്മൾക്ക് ആർഗ്യുമെൻറ്റേഷൻ എഴുതാൻ പറ്റില്ല. ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ എഴുതാൻ പറ്റില്ല. ഒരു തർക്കമുള്ള വിഷയങ്ങൾ മാത്രമേ നമ്മൾ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ യൂസ് ചെയ്യാറുള്ളൂ. ഇനി എന്ന് പറയുന്നത് an argumentative essay consists of a set of debatable statements. These statements are classified into two, premises and conclusions. ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേയിൽ ഒരു സെറ്റ് തർക്ക പ്രസ്താവനകൾ ഉണ്ടായിരിക്കും. ഈ പ്രസ്താവനകൾ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എന്തൊക്കെ? പ്രിമൈസസ് ആൻഡ് കൺക്ലൂഷൻസ്. ഈ കൺക്ലൂഷനിലേക്ക് നയിക്കുന്ന ദൃഢപ്രസ്താവനകളാണ് നമ്മൾ പ്രിമൈസസ് എന്ന് പറയുന്നത്. എനി ആർഗ്യുമെൻറ്റ് ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ പ്രിമൈസസ് ആൻഡ് വൺ കൺക്ലൂഷൻ. ദ പ്രിമൈസസ് ആർ അസേർഷൻ ദാറ്റ് ലീഡ് ടു കൺക്ലൂഷൻ. അതായത് കൺക്ലൂഷൻക്ക് നയിക്കുന്ന ഒരു ദൃഢമായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് നമ്മൾ പ്രിമൈസസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രിമൈസ് എന്ന് പറയുന്നത് ഈ പ്രിമൈസ് ക്യാൻ ഹാവ് മോർ ദാൻ വൺ സപ്പോർട്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഒരു പ്രിമൈസിന് ഒന്നിൽ കൂടുതൽ സപ്പോർട്ടിങ് പ്രസ്താവനകൾ ഉണ്ടായിരിക്കാം. The supporting statement can be the opinions of others, quotes from text, and reports from authentic agencies.
ഇങ്ങനെയുള്ള നമ്മൾ പറഞ്ഞു സപ്പോർട്ടിങ് പ്രസ്താവനകൾ ഉണ്ടായിരിക്കാമെന്ന്. ഈ പ്രസ്താവനകൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റിൽ നിന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വരികളോ അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ള ഏജൻസികളിൽ നിന്നുള്ള റിപ്പോർട്ടുകളോ ആയിരിക്കാം നമ്മൾ സപ്പോർട്ടിങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ the conclusion drawn from the premises presented in the essay serves as the thesis statement in an argumentative essay and it is given in the introductory paragraph. പ്രിമൈസുകളിൽ നിന്നും വരുന്ന എന്താ പറയുക കൺക്ലൂഷനാണ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നമ്മൾ ആദ്യ പാരഗ്രാഫിലാണ് നൽകുക. പിന്നെ ഈ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേയിലുള്ള പ്രധാന സവിശേഷതകളാണ് പറയുന്നത്. എഴുത്തുകാരൻ തർക്കത്തിൽ ഒരു നിലപാട് എടുക്കുക. ദ ഓതർ ടേക്ക് എ പൊസിഷൻ ഓർ സ്റ്റാൻഡ് പോയിന്റ് ഇൻ എൻ ആർഗ്യുമെൻറ്റ്. അടുത്തത് എഴുത്തുകാരൻ എടുക്കുന്ന നിലപാടാണ് നമ്മൾ തീസിസ് എന്ന് പറയുന്നത്. ദ തീസിസ് ഇൻ എൻ ആർഗ്യുമെൻറ്റ് ഈസ് എ ക്ലെയിം ദാറ്റ് ദ ഓതർ മേക്സ്. എഴുത്തുകാരൻ്റെ അവകാശം ഒരു ഭാഗം മാത്രമാണ്. മറ്റൊരാൾ അതിൻ്റെ എതിർഭാഗം വാദിക്കും. The author's claim is only one side. Another person may take the opposite side. അതാണല്ലോ ആർഗ്യുമെൻറ്റേഷൻ. നെക്സ്റ്റ് പോയിന്റ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വായനക്കാരെ തൻ്റെ ബോധത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. പിന്നെ അടുത്തത് എഴുത്തുകാരൻ എന്തുകൊണ്ടാണ് തൻ്റെ നിലപാട് ശരിയായെന്ന് വിശദീകരിക്കണം. അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഒന്നാമത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ മതിയില്ല. നമ്മുടെ ഉപദേശം അതായത് നമ്മുടെ നിലപാട് എന്താണെന്ന് വ്യക്തതയോടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. റീസൺ ഓഫ് ആർഗ്യുമെൻറ്റ് ഷുഡ് ഹാവ് എവിഡൻസ്. നിലപാടുകൾ ഉണ്ടെങ്കിൽ അതിനെന്തായാലും തെളിവുകൾ കൊടുക്കണം. പിന്നെ തൻ്റെ നിലപാടുകൾക്ക് എതിരെയായിട്ട് വരാൻ സാധ്യതയുള്ള വാദമുഖങ്ങൾ അതിനൊക്കെ അതായത് നമുക്ക് എതിരായിട്ട് വരാനുള്ള ഒരു ആർഗ്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്തായാലും അതിനെതിരായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഉത്തരം കൊടുക്കാനുള്ള മറുപടി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ ഒരു അവകാശവാദം ഒരു അവസാന വാക്കല്ല. മറ്റുള്ളവർ നിലപാടുകൾക്കെതിരെയായി നിലകൊള്ളുകയും അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ ഹ്യൂമാനിറ്റീസ് പോലുള്ള വിഷയങ്ങൾ അതുപോലെ അത് ഒരു കാര്യം തന്നെ പല വീക്ഷണകോണുകളിൽ നിന്നും നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. ഈ ഹ്യൂമാനിറ്റീസ് പോലുള്ള വിഷയങ്ങളിൽ ഒരു കവിതയിൽ തന്നെ നമ്മൾ വായിക്കുന്ന അത് നമ്മൾ കാണുന്ന ഒരു അർത്ഥങ്ങളെല്ലായിരിക്കും മറ്റൊരാൾ ആ കവിത വായിച്ചാൽ കിട്ടുക. അതായത് ഒരു കവിതയിൽ തന്നെ 5 പേർ 5 വിധത്തിൽ 5 വിവിധ കോണിൽ നിന്നിട്ട് ആ കവിതയിൽ നിന്ന് അർത്ഥങ്ങൾ കൊണ്ടുവരും. ഏറ്റവും ജനാധിപത്യപരമായ എഴുത്താണ് ആർഗ്യുമെൻറ്റേറ്റീവ് എഴുത്ത്. ദ ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് ഈസ് ദ മോസ്റ്റ് ഡെമോക്രാറ്റിക് ആസ് ഇറ്റ് ഓപ്പൺസ് അപ്പ് മോർ പോസിബിലിറ്റീസ് ഫോർ ഫർദർ റിസർച്ച്. അതായത് ഏറ്റവും ജനാധിപത്യപരമായിട്ടുള്ള എഴുത്താണ് ആർഗ്യുമെൻറ്റേറ്റീവ് എഴുത്ത് എന്ന് പറയുന്നത്. കാരണം അതൊരു പുതിയ ഗവേഷണങ്ങൾ തെളിയിക്കാൻ സഹായിക്കും. ഇതാണ് ആർഗ്യുമെൻറ്റേഷൻ. അപ്പോൾ ആർഗ്യുമെൻറ്റേഷൻ എന്താന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്, സമാനതകളും വ്യത്യസ്തതകളും. നമുക്കറിയാം ജനങ്ങൾ സാധാരണയായിട്ട് സമാനതകളും വ്യത്യാസങ്ങളും വീക്ഷിക്കാറുണ്ട്. എന്തൊരു വസ്തു തന്നാലും നമ്മൾ 2 വസ്തുക്കൾ തന്നാൽ അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെ, അതിൻ്റെ ഈക്വലായിട്ടുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയെന്ന് നമ്മൾ നോക്കും. അങ്ങനെ ഈ എസ്സേ റൈറ്റിങ്സ് എന്ന് പറയുന്നത് അതിൽ ചിലപ്പോൾ നിങ്ങളോട് ഡിഫറൻസും സിമിലാരിറ്റീസും ഡിഫറൻസും നോക്കാൻ പറയും. അതൊക്കെ എഴുതിയിട്ട് ഒരു എസ്സേ എഴുതാൻ പറയും. അല്ലെങ്കിൽ ഡിഫറൻസ് മാത്രം, അല്ലെങ്കിൽ സമാനതകൾ മാത്രം, സിമിലാരിറ്റീസ് മാത്രം. The main aim of compare and contrast essay is to analyze a subject. അതായത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഒരു വിഷയത്തെ
എന്താണ് പറയുക, അപഗ്രഥിക്കുക എന്നുള്ളതാണ്. പുറമെ കാണുന്ന വ്യത്യസ്തതകളെയും സമാനതകളെയും അല്ല നമ്മൾ പ്രധാനമായി നോക്കേണ്ടത്, നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ചിലപ്പോൾ ഫ്ലാറ്റുകളും പ്രത്യേക വീടുകളും തമ്മിലുള്ള താരതമ്യമായിരിക്കാം, അല്ലെങ്കിൽ 2 തരം ഫാക്ടറികളെ പറ്റിയിട്ടുള്ള താരതമ്യമായിരിക്കും നമ്മൾ ചെയ്യുക. സംടൈംസ് നമ്മൾ പറഞ്ഞു, സംടൈംസ് ദ എസ് ഈസ് ഫുള്ളി കമ്പയറിങ് ആൻഡ് കോൺട്രാസ്റ്റിംഗ്, ബട്ട് സംടൈംസ് ദ കമ്പാരിസൺസ് ആൻഡ് കോൺട്രാസ്റ്റ് ആർ ഇൻക്ലൂഡഡ് വിത്ത് സം അതർ മോഡ്സ്. അതായത് ചിലപ്പോൾ എസ് മുഴുവൻ താരതമ്യമായിരിക്കും, അല്ലെങ്കിൽ താരതമ്യത്തിൻ്റെ കൂടെ മറ്റു ചില എഴുത്ത് രീതികളും കൂട്ടിച്ചേർക്കും. താരതമ്യപ്പെടുത്തുന്ന അപഗ്രഥ ഞങ്ങൾക്ക് 2 വിധത്തിലാകാം. ആദ്യത്തേതിൽ സമാനതകൾ മാത്രം കൊടുക്കുക, പിന്നെ അടുത്ത ഭാഗത്ത് വ്യത്യസ്തതകൾ മാത്രം കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ വിധം എന്ന് പറയുന്നത് ഓരോന്നും പോയിൻ്റ് ആക്കിയിട്ട് കൊടുക്കുക, ഓരോ പോയിൻറ്റും എടുത്തിട്ട് വിവരിക്കുന്നിട്ട്. ആദ്യത്തെ ടൈപ്പിന് 4 വിഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ഇൻട്രൊഡക്ഷൻ, കമ്പാരിസൺ, കോൺട്രാസ്റ്റ്, കൺക്ലൂഷൻ. നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഉണ്ട്. എന്താണ്, ആദ്യത്തെ ഫസ്റ്റ് ടൈപ്പിലാണ് ഈ 4 പോയിന്റ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് താരതമ്യം ചെയ്യേണ്ട ഐറ്റങ്ങളും ഉൾപ്പെടുത്തുന്നു. അതായത് നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്, എന്തിനെ തമ്മിലാണ് നമ്മൾ കമ്പാരിസനും കോൺട്രാസ്റ്റും ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കൊടുക്കുക. ഇൻക്ലൂഡ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ ഐറ്റംസ് ടു ബി കമ്പയർഡ് ആൻഡ് കോൺട്രാസ്റ്റഡ്. പിന്നെ കമ്പാരിസൺ എന്താണ്, അടുത്ത സ്റ്റെപ്പാണ് കമ്പാരിസൺ. അതിൽ എന്താണ് സമാനതകൾ എന്തൊക്കെയാണെന്ന് കാണിക്കുക, സിമിലാരിറ്റീസ് ഷോയിങ് ദ സിമിലാരിറ്റീസ്. പിന്നെ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തകൾ, അവ രണ്ടും തമ്മിലുള്ള വ്യത്യസ്തകൾ കാണിക്കുക, ഷോയിങ് ദ ഡിഫറൻസ് ഇൻ ദ 2 ഐറ്റംസ്. പിന്നെ കൺക്ലൂഷൻ, ഒരു അവസാന അഭിപ്രായം, നിങ്ങളുടേതായിട്ടുള്ള ഒരു അവസാന അഭിപ്രായം കൊടുക്കാം. ഇതാണ് ഫസ്റ്റ് ടൈപ്പിൽ വരുന്നത്. സെക്കൻഡ് ടൈപ്പിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പോയിൻറ്റും ഓരോന്ന് പോയിൻറ്റ്സ് ആക്കി കൊടുക്കുക, പിന്നെ അതിൻ്റെ എന്താണ് വിവരിക്കുക എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ആദ്യത്തേത് പറഞ്ഞ പോലെ തന്നെ ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റും പിന്നെ താരതമ്യപ്പെടുത്തേണ്ട പ്രധാന കാര്യങ്ങളെ പറ്റിയും ഒരു സൂചന കൊടുക്കാം. ഇൻക്ലൂഡ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ദ ഹിൻറ്റ് അറ്റ് ദ മേജർ ഐറ്റംസ് ടു ബി കമ്പയർഡ് ആൻഡ് കോൺട്രാസ്റ്റഡ്. പിന്നെ പറയുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് പാരഗ്രാഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഓരോ ഐറ്റത്തിൻ്റെ സമാനതകളും വ്യത്യസ്തതകളും പറയുക, പിന്നെ അതിനെ വിവരിച്ചും കൂടി കൊടുക്കുക. പിന്നെ എന്താണ് അടുത്തത് കൺക്ലൂഷനാണ്, സമ്മറൈസ് ദ പോയിൻറ്റ്സ് ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിനൊക്കെ നമ്മുടേതായിട്ടുള്ള അവസാന അഭിപ്രായം കൊടുക്കുക. ഇതാണ് എന്താണ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റിലെ പഠിക്കുന്നത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് കോസ് ആൻഡ് ഇഫക്റ്റ്. കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ ചില സംഭവങ്ങളുടെ കാരണങ്ങളും അവയുടെ ഫലങ്ങളും കാണിക്കാറുണ്ട്. അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബസ് മിസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ആ ബസ് മിസ് ചെയ്തത്. അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളും അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഫലങ്ങളും ഉണ്ടാകാറുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ളത് സാമ്പിൾ കോസ് ആൻഡ് ഇഫക്റ്റ് ക്വസ്റ്റ്യൻസ്. അതായത് എന്തുകൊണ്ടാണ്, ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിലെ ബിരുദധാരികൾക്ക് ജോലി കിട്ടാൻ പ്രയാസം, ഇതിൻ്റെ ഫലത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു, അതിൻ്റെ കോസ് എഫക്റ്റ്. പിന്നെ ഹൗ ഡു ഫാസ്റ്റ് ഫുഡ് എഫക്റ്റ് കോളേജ് സ്റ്റുഡൻസ്. ഫാസ്റ്റ് ഫുഡ്സ് എന്ത് മാറ്റങ്ങളാണ് കോളേജ് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്നത്. പിന്നെ എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ചൈൽഡ്ഹുഡ് ഒബ്സിറ്റി. അതായത് കുട്ടികൾ തടി വെക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റേതായിട്ടുള്ള റീസൺസ്, അതിൻ്റേതായിട്ടുള്ള എഫക്റ്റ്, അതൊക്കെ എഴുതുക. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതാണ് കോസ് ആൻഡ് എഫക്റ്റ്. പിന്നെ കോസ് ആൻഡ് എഫക്റ്റിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഇത്തരം എസ്സേകൾ ഒരു കാര്യത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുകയും അതിൻ്റെ ഫലങ്ങളെ പറ്റി പറയുകയും ചെയ്യുന്നു. നമുക്ക് ഈ എസ്സേകൾ വായിച്ചാൽ എന്താണ് അതിന് കാരണങ്ങൾ,
അതിൻ്റെ എഫക്റ്റ് എന്താണ് ഉണ്ടായത്. നമ്മളിപ്പോൾ മുന്നേ കണ്ട ക്വസ്റ്റ്യൻസ് അത് നമുക്ക് അതിന് ഉദാഹരണങ്ങളായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ദിസ് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഈസ് ആൾസോ കോൾഡ് കോഷ്യൽ അനാലിസിസ്. അതിനെ കോഷ്യൽ അനാലിസിസ് എന്ന് പറയും. കേസ് ആൻഡ് എഫക്റ്റ് essays deals with a cause and effect essays deals with the causes, effects, both of issue, phenomenon or event. അതായത് ഇത്തരം എസ്സേ കാണിക്കുന്നത് കാരണങ്ങൾ ഉണ്ടായിരിക്കും, ഫലങ്ങൾ കാണിക്കും, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ ഒരു പ്രതിഭാസം, ഒരു സംഭവം. അതൊക്കെയാണ് നമ്മൾ കോസ് ആൻഡ് ഇഫക്റ്റ് എസ്സേസിൽ കാണാവുന്നത്. ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു വാക്കിനെയോ ഒരു പ്രയോഗത്തെയോ വിവരിക്കുന്നതാണ് നിർവചനം. ഈ ഡെഫിനിഷൻ ഈസ് എ വേ ഓഫ് എക്സ്പ്ലെയിനിങ് എ വേർഡ് ഓർ ഫ്രേസ്. ആ വാക്ക് ഒരു സാധനമോ അല്ലെങ്കിൽ ആശയമോ ഒരു പ്രത്യേക വ്യക്തിയെയോ അല്ലെങ്കിൽ സ്ഥലത്തെയോ ഒരു പ്രതിഭാസത്തെയോ കുറിച്ചായിരിക്കാം. നമുക്ക് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും നമുക്ക് കാണാം ഡിഫൈൻ ദ ടേം എന്താണ് അത്, അതായത് എന്താണ് എന്ന് നിർവചിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ പേഴ്സോണിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾസ്, ഉദാഹരണ സഹിതം പേഴ്സോണിഫിക്കേഷൻ എന്തെന്ന് വിവരിക്കുക. ഹൗ വുഡ് യു ഡിഫൈൻ ന്യൂ മീഡിയ എങ്ങനെ നിങ്ങൾ നിർവചിക്കും. ഡിഫൈൻ ഫോട്ടോസിന്തസിസ്, വാട്ട് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറയുന്നത് ഇതിനൊക്കെ നിർവചനം നമ്മൾ കൊടുക്കുക. അതായത് ഒന്നോ രണ്ടോ ഒരു ചെറിയ പാരഗ്രാഫിൽ അതിന് ഉത്തരം നമ്മൾ നൽകുക. ഒരു ചെറിയ പാരഗ്രാഫിൽ ഇതിന് ഉത്തരം പറയുന്നതിനെയാണ് നമ്മൾ നിർവചനം എന്ന് പറയുന്നത്. റെസ്പോൺസ് ടു ദിസ് യൂഷ്വലി എ പാരഗ്രാഫ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സംടൈംസ് സം സച്ച് ക്വസ്റ്റ്യൻസ് നീഡ്ഫുൾ എസ്സേസ് ആസ് ആൻസേഴ്സ്. ചിലപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് മുഴുനീള എസ്സേ ഉത്തരം വേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ ഒരു ചെറിയ വാചകം കൊണ്ടും നമുക്ക് ചിലതൊക്കെ നിർവചിക്കാവുന്നതാണ്. അതിനെയാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഒരു ചെറിയ പാരഗ്രാഫിൽ നമുക്ക് അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഈ ഡെഫിനിഷൻ്റെ എങ്ങനെയാണ് ഡെഫിനിഷൻ എഴുതുക എന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. ഫസ്റ്റ്, ഓഡിയൻസിനെ മനസ്സിലാക്കുക. നിഷ്പക്ഷമായ ഒരു ടോണാണ് നമുക്ക് ഈ എഴുത്ത് രീതികൾക്ക് ഏറ്റവും നല്ലത്. അണ്ടർസ്റ്റാൻഡ് ദ ഓഡിയൻസ് ആൻഡ് ഒബ്ജക്റ്റീവ് ടേൺ ഈസ് ഓൾവേസ് ബെറ്റർ. നെക്സ്റ്റ്, ഒരു വാക്കോ പ്രയോഗമോ വേറെ പലരും നിർവചിച്ച് കാണും. ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം നിർവചനമായിരിക്കും കൊടുക്കുക. മറ്റുള്ളവരുടെ വാചകങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ എഴുതി വെച്ച കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിനെ പ്രത്യേകമായിട്ട് അത് ആരുടേതാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അത് എവിടെ നിന്നാണ് എടുത്തത് എന്ന് നമുക്ക് അത് ഡെഫിനേഷനിൽ ഉൾപ്പെടുത്തണം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു വാക്ക് നിർവചിക്കുമ്പോൾ അല്പം പശ്ചാത്തല വിവരങ്ങൾ കൊടുക്കാവുന്നതാണ്. ആ വാക്ക് പുതിയതാണോ അല്ലെങ്കിൽ ആദ്യമായിട്ട് അത് ആരാണ് ആദ്യമായിട്ട് അത് ഉപയോഗിച്ചത്. Some background information about the defining term will help. Is it something comparatively new or who used it first? അടുത്തത്, ചില വാക്കുകൾക്ക് വിവിധ സന്ദർഭങ്ങളിൽ വിവിധ അർത്ഥങ്ങൾ ചില വാക്കുകൾക്ക് വിവിധ സന്ദർഭങ്ങളിൽ വിവിധ അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ കൾച്ചർ എന്ന വാക്കിന് നരവംശാസ്ത്രത്തിലും സാഹിത്യത്തിലും കൃഷിയിലും മെഡിസിനിലും വെവ്വേറെ അർത്ഥങ്ങളാണ് നമ്മൾ പൊതുവായിട്ട് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിർവചിക്കുമ്പോൾ സന്ദർഭത്തിന് യോജിച്ചതാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ആ ഡെഫിനിഷനിൽ ആ വാക്ക് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, ചിലപ്പോൾ നിങ്ങൾക്കൊരു വാക്ക് നിർവചിക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് കാണിച്ചുകൊണ്ടായിരിക്കാം. ഉദാഹരണമായിട്ട് പോസ്റ്റ് കൊളോണിയൽ എന്ന വാക്കാണ് നിർവചിക്കുന്നതെങ്കിൽ അത് പോസ്റ്റ് എന്നും
കൊളോണിയൽ എന്നും കൂടിച്ചേർന്നതാണ് എന്ന് ആദ്യത്തെ വരിയിൽ പറയണം. പിന്നെ ഓരോ വാക്കും വിശദീകരിക്കുക. ഇത് ഓരോ വാക്കും എന്താണ്, അതെങ്ങനെയാണ് ഉണ്ടായത്, അങ്ങനെയൊക്കെ. നെക്സ്റ്റ്, സാധിക്കുന്നിടത്തൊക്കെ നമുക്ക് ഡിക്ഷണറി അർത്ഥം കൊടുക്കുക. അടുത്ത പോയിന്റ്, ട്രൈ ടു ഫൈൻഡ് ഔട്ട് എന്താണ് പറയുക, ആ വാക്കിൻ്റെ ഉത്ഭവത്തെ, ആ വാക്ക് എങ്ങനെയാണ്, അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, നമ്മൾ ഡെഫിനേഷൻ കൊടുക്കുമ്പോൾ, ഒരു ഡെഫിനേഷൻ എഴുതുമ്പോൾ നമുക്ക് അറിയാവുന്ന ഭാഗത്തൊക്കെ ഉദാഹരണങ്ങൾ കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ഡെഫിനേഷൻ വായിക്കുമ്പോൾ അതെന്തിനെ കുറിച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതിലെന്തൊക്കെ പറയുന്നതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. പിന്നെ എക്സാമ്പിൾസൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡെഫിനേഷൻ്റെ ചുരുക്കരൂപം. പിന്നെ നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രോസസ് അനാലിസിസ് ആണ്. അത് പ്രത്യേകിച്ചിട്ട് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കണം നമ്മൾ അതെന്താണെന്ന് ടെക്സ്റ്റിൽ ഉണ്ടായതുകൊണ്ട്. പ്രോസസ് അനാലിസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ കുക്കറി ബുക്കുകളിലും അതുപോലെ ഇൻസ്ട്രക്ഷൻ മാനുവലിലും അതുപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ബുക്കുകളിലൊക്കെ അതെങ്ങനെയാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ യൂസർ ഗൈഡുകളിലൊക്കെ കൊടുത്തിട്ടുള്ളത് എങ്ങനത്തെ രീതിയാണ്, അവയിലെല്ലാം തന്നെ ചില പ്രക്രിയകൾ വിവരിക്കുന്ന രീതികളാണ് അതിലൊക്കെ കൊടുക്കുക. ഒരു സാധനം എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതെങ്ങനെ ഉപയോഗിക്കാം, അതെങ്ങനെ ഉണ്ടാക്കാം, അതൊക്കെ അങ്ങനെയുള്ള ഒരു രീതിയാണ് പ്രോസസ് അനാലിസിസിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് നമുക്ക് വിവരങ്ങൾ തരും, പിന്നെ രണ്ടാമത്തേൽ നിർദ്ദേശങ്ങൾ തരും. ഒരു പ്രോസസ് അനാലിസിസ് എസ്സേ എന്ന് പറയുന്നത്, എസ്സേയിൽ കാര്യങ്ങൾ പടിപടിയായിട്ട് എങ്ങനെ ചെയ്യണം എന്ന് കാണിക്കുക. സാധാരണ തേർഡ് പേഴ്സണിലാണ് വിവരങ്ങൾ തരുന്ന കാര്യങ്ങൾ എഴുതുന്നത്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈ പ്രോസസ് അനാലിസിസിലൂടെ അതെങ്ങനെ നമുക്ക് നിർദ്ദേശങ്ങൾ വായനക്കാരോട് എന്ത് ചെയ്യണം എന്ന് പറയുകയാണ് ഈ പ്രോസസ് അനാലിസിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത സെക്ഷൻ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ. നമുക്ക് ക്ലാസിഫിക്കേഷൻ ഡിവിഷൻ നമുക്കറിയാം, ഒരു കോളേജ് എടുക്കുക. ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഒരു കോളേജ് എടുത്തു. അതിൽ തന്നെ UG കോഴ്സുകൾ എന്ന് പറയുന്നത് BA, BSc, BCom ഇങ്ങനെ വിവിധങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരിക്കും. അവയിൽ തന്നെ നമുക്ക് BA സോഷ്യോളജി, അതുപോലെ BA ഇംഗ്ലീഷ്, BA ഹിസ്റ്ററി, അങ്ങനെ പിന്നെയും വീണ്ടും അതിനെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്കത് ഉദാഹരണമായിട്ട് കൊടുക്കാവുന്നതാണ്. ഈ ക്ലാസിഫിക്കേഷൻ ഡിവിഷനിൽ ചോദിക്കുമ്പോൾ ഉദാഹരണമായിട്ട് കൊടുക്കാം. ഒരു കവിത എടുത്തു. നിങ്ങൾക്ക് കവിതകൾ, അതുപോലെ എസ്സേകൾ, നോവൽ, ഡ്രാമ ഒക്കെ അനലൈസ് ചെയ്യണമെങ്കിൽ അവയെ എങ്ങനെ നമ്മൾ സാധാരണയായിട്ട് സമീപിക്കുക? ഈ ഡ്രാമ, അതുപോലെ എസ്സേ, കവിത, അതിനെ നമ്മൾ ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പുകളായിട്ട് വേർതിരിക്കുക. കവിതകൾ, സോണറ്റുകൾ, എലിജികൾ, ലിറിക്കുകൾ എന്നിങ്ങനെ ഒരു ഒന്നായിട്ട് നമ്മൾ തരംതിരിക്കുക, ഒരു സെക്ഷനായിട്ട് കൊടുക്കുക. അതുപോലെ ചെറുകഥകൾ, നീണ്ട കഥകൾ, നോവല്ല എന്ന് പറയുന്നത് ചെറു നോവലുകൾ എന്നാട്ടോ. നോവലുകളെ അങ്ങനെ വേർതിരിക്കാം. അങ്ങനെ ഓരോന്നിൻ്റെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ഒക്കെ അനുസൃതമാക്കിയിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻസും ഡിവിഷനും നടത്താറുണ്ട്. ഇതിൻ്റെ ക്ലാസിഫിക്കേഷനുള്ള പൊതുനിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്, ഇതിൽ പ്രധാനമായിട്ടും 5 പോയിൻറ്റ്സ് ഉണ്ട്. ക്ലാസിഫൈ ചെയ്യാനുള്ള ഐറ്റങ്ങൾക്ക് ഏതെങ്കിലും ഗുണങ്ങൾ പൊതുവായി ഉണ്ടായിരിക്കണം. ദ ഐറ്റംസ് ടു ബി ക്ലാസിഫൈഡ് ഷുഡ് ഷെയർ സം കോമൺ ക്യാരക്ടേഴ്സ്. സെക്കൻഡ്, ഡിസൈഡ് ക്ലാസിഫിക്കേഷന് മാനദണ്ഡം എന്തെന്ന് നിശ്ചയിക്കുക. നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്യാനുള്ള പ്രധാന കാരണങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അത് ഡിസൈഡ് ചെയ്യുക.
മൂന്നാമത്തെ പോയിന്റ്, ഓരോ കാറ്റഗറിക്കും വിശദീകരണങ്ങളും ഉദാഹരണങ്ങളും കൊടുക്കുക. എക്സാമ്പിൾസ് ആൻഡ് എക്സ്പ്ലനേഷൻ ആർ ടു ഗിവൺ ഫോർ ഈച്ച് കാറ്റഗറി. ഫോർത്ത്, ആമുഖത്തിൽ തന്നെ എന്താണ് ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത് എന്ന് കാണിക്കുക. എന്താണ് ഇതൊരു തീസിസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കുക. മെൻഷൻ വാട്ട് യു ആർ പ്ലാനിങ് ടു ക്ലാസിഫൈ ഇൻ ദ ഇൻട്രൊഡക്ഷൻ. ദിസ് വിൽ സെർവ് ആസ് എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ഫിഫ്ത്ത്, അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന ട്രാൻസിഷൻ വാക്കുകളാണ്. ദ ഫസ്റ്റ് ടൈപ്പ്, ദ സെക്കൻഡ് ടൈപ്പ്, ദ തേർഡ് ടൈപ്പ്, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ടൈപ്പിന് പകരം നമ്മൾ കൈൻഡ് എന്നോ ക്ലാസ് എന്നോ ഉപയോഗിക്കുന്നതാണ്. ദ ട്രാൻസിഷൻ വേർഡ്സ് ലൈക്ക് ദ ഫസ്റ്റ് ടൈപ്പ്, ദ സെക്കൻഡ് ടൈപ്പ് ആൻഡ് തേർഡ് ടൈപ്പ് എക്സെട്ര can be used, and in place of type we can also use kind or class. ഇപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഡിവിഷൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസും കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് ക്വസ്റ്റ്യൻ വരിക എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരാം. പിന്നെ എന്താണ് നരേഷൻ, എന്താണ് ഇപ്പോൾ പഠിച്ച എന്തൊക്കെ ഡെഫിനിഷൻ എന്താണ്, കോസ് ആൻഡ് എഫക്റ്റ് എന്താണ്, അത് അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അപ്ലിക്കേഷൻ ലെവലിലും ക്വസ്റ്റ്യൻ വരാം. അധികം അപ്ലിക്കേഷൻ ലെവലും വരും. ഇതും എന്തായാലും പഠിക്കുക, എന്താണെന്നൊക്കെ പഠിച്ചിരിക്കുക. താങ്ക് യു.